ഹലോ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കിയൊരു മുട്ട ബിരിയാണിയാണിത്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, അധികം സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ കുക്കർ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് കേട്ടോ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് നമുക്ക് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുട്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി. റോസ്റ്റ് ആയി കഴിയുമ്പോഴേക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാലക്കൂട്ടില്ല അതൊന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റ് ആകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പിന്നെ അതിലേക്ക് സവോള, തക്കാളി, പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇവിടെ കുറച്ച് ബിരിയാണി മസാല ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ചേർത്തു, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് തൈര് ചേർക്കുക. അതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരി ചേർക്കുക. ഇത് നമ്മൾ പച്ചരിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 3 ഗ്ലാസ് പച്ചരി ആയതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് ഉപ്പിടുക. അതിലേക്ക് ഒരു അരമുറി നാരങ്ങാനീര് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതിടുക. ഇവിടെ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിട്ടു. കുറച്ച് കറിവേപ്പില ഇട്ടു. പുതിനയില ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മളതിട്ടില്ല. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ടു. എന്നിട്ട് നമ്മൾ 2 വിസിലിന് വേണ്ടി കാത്തിരിക്കുക. ആദ്യത്തെ വിസിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം നമ്മൾ മീഡിയത്തിൽ വെക്കുക. എന്നിട്ട് ഒരു ഫ്ലെയിം കൂടെ കൊടുക്കുക. അതോടുകൂടി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എയർ പോയി കഴിയുമ്പോഴേക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒട്ടും എന്തൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പോലെ തോന്നും. അത് പച്ചരി ആയതുകൊണ്ടാണ്. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും അത് നല്ല സെറ്റായി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബിരിയാണി അരി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ മസാലകളോ എന്തെങ്കിലുമൊക്കെ നമുക്കില്ലെങ്കിൽ അതെല്ലാം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ കുറച്ച് നമുക്ക് ക്യാരറ്റൊക്കെ ഇടായിരുന്നു, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പച്ചരിയാന്ന് തോന്നുകയില്ല കേട്ടോ, ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, നല്ലതായിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.